നമസ്കാരം. എസ് പി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് വരുന്ന ഒരു വിഷയമാണ് നമ്മുടെ പേരാവൂർ മണ്ഡലം, പേരാവൂർ നിയമസഭാ മണ്ഡലം. എന്തുകൊണ്ട് പേരാവൂർ? ഇതിനു മുമ്പ് പേരാവൂർ ഒന്നും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ മണ്ഡലമായിരുന്നു. കാരണം അവിടെ ഒരു സ്റ്റാർ പോരാട്ടങ്ങൾ, അതായത് താരപരിവേഷത്തോടു കൂടിയുള്ള മത്സരമൊന്നും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ഒരു ഏകപക്ഷീയമായ വിജയം നേടിക്കൊണ്ട് നിൽക്കുന്ന UDF തന്നെയായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ശൈല ടീച്ചർ 2006 മറ്റോ അവിടെ വിജയിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതയായി അവശേഷിക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷം ഒരു തവണ മാത്രം വിജയിച്ച, പിന്നീട് ഒരിക്കൽ പോലും ഇടതുപക്ഷത്തിന് അവിടെ ഒരു മേൽക്കോയ്മ നേടാൻ കഴിയാതെ പോയ, UDF ഏകപക്ഷീയമായി മാത്രം വിജയിച്ചുകൊണ്ടിരുന്ന ആ ഒരു പേരാവൂർ എന്ന് പറയുന്നൊരു മണ്ഡലം ഒരു ഘട്ടത്തിൽ പോലും വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കോ ഒരു താരപരിവേഷത്തോടു കൂടിയുള്ള ഒരു മത്സരത്തിനോ ഒന്നും വേദിയായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറുതായി കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറിഞ്ഞു. KK ശൈലജ എന്ന് പറയുന്ന ശൈല ടീച്ചർ അവിടെ മത്സരരംഗത്തേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് രാഷ്ട്രീയമായ ആശങ്കകൾ കൂടി നിഴലിക്കുകയാണ്. ഇതെങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ശൈല ടീച്ചർ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും യാതൊരു സംശയവും ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊരു പക്ഷേ UDFകാർക്കാണെങ്കിലും BJPക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്കെല്ലാവരുടെയും ഉള്ളിൽ ശൈല ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഇനിയുള്ള ഒരു മുഖമാണ്. ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു നേതൃപാടവമുള്ള ഒരു വനിതാ നേതാവ് തന്നെയാണ് ശൈല ടീച്ചർ. ഇനി ഈ ശൈല ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചർ ഇപ്പോൾ ഏകദേശം 10-20 വർഷമായിട്ട് ഈ പറയുന്ന നിയമസഭാ സാമാജിക എന്നുള്ള നിലയിലും ഒരു കേരളം കണ്ട ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ്, ഒരു സഖാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം യാതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ശൈല ടീച്ചറിൻ്റെ പേര് പേരാവൂരിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ ഇപ്പോൾ പൊതുവിൽ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒട്ടുമിക്ക ഒരു ഇടതുവിരുദ്ധ മാധ്യമങ്ങളടക്കം അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ പോയിന്റ്, ശൈല ടീച്ചറിനെ വെട്ടിനിരത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു പുതിയ രാഷ്ട്രീയ നാടകമാണ് ഇത് എന്നുള്ളതാണ്. അതായത് ഇതിനു മുൻപ് പാർട്ടി തോൽക്കുമ്പോൾ സഖാവ് തോൽക്കുന്ന രീതിയിൽ ഇവിടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ VS അച്യുതാനന്ദനോട് ഇതിനു മുൻപ് പാർട്ടി കാണിച്ചിട്ടുള്ള ഒരു നയം അങ്ങനെ തന്നെയായിരുന്നു. അതായത് പാർട്ടി ജയിക്കുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ VS അച്യുതാനന്ദനെ പാർട്ടി തന്നെ പരാജയപ്പെടുത്തുന്നു. VS തോൽക്കുന്ന സാഹചര്യങ്ങളിൽ പാർട്ടി വിജയിക്കുന്നു. എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും VSനെ മുഖ്യമന്ത്രി ആക്കേണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് VS വിരുദ്ധരാണ് ഇടതു ചേരിയിലുള്ള അല്ലെങ്കിൽ CPMകാർ എന്നുള്ള ഒരു നരേറ്റീവ് അന്നൊക്കെ പാടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതേപോലെ തന്നെ ശൈല ടീച്ചറിനെ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ മുഖമായി ഉയർത്തിക്കാട്ടുകയും അതിലൂടെ കുറേയധികം സ്ത്രീപക്ഷ വോട്ടുകൾ പിടിച്ചെടുത്ത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു വലിയ ശക്തിയായി ഒരു നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിലേക്ക് കയറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പേരാവൂർ പോലെ ഒരു മണ്ഡലത്തിൽ ശൈല ടീച്ചറിനെ കൊണ്ട് നിർത്തി ശൈല ടീച്ചറിനെ സണ്ണി ജോസഫിന് മുന്നിൽ പരാജയപ്പെടുത്തി ശൈല ടീച്ചർ അങ്ങനെ പിൻവാങ്ങി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തയായി പോകുന്ന ഒരു കാലമുണ്ടാകുന്നു. അപ്പോൾ ശൈല ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്നും അതോടൊപ്പം ചില തന്ത്രപരമായ ചില തന്ത്രപ്രാധാന്യമുള്ള ചില മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും ശൈല ടീച്ചറിനെ മാറ്റി നിർത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം മാധ്യമങ്ങളും അതോടൊപ്പം ചില രാഷ്ട്രീയ വിശാരദന്മാരുമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഒരു സാധാരണഗതിയിൽ പടച്ചുവിടപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ ശൈല ടീച്ചർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ലാതെയാവുന്നു. അങ്ങനെ ആ ഒരു വനിതാ മുഖം കേരളത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ ശൈല ടീച്ചർ സ്വാഭാവികമെന്നോണം പാർട്ടി വിട്ടു പോകുന്ന ഒരവസ്ഥ. പിന്നെ ശൈല ടീച്ചർ ഐഷ പോറ്റി അല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശൈല ടീച്ചർ നിൽക്കും. അല്ലാതെ പിന്നെ BJPയിലേക്ക് പോകണോ, ഇനി അതല്ല ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകണോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരട്ടെ എന്നിട്ട് ഞാൻ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാഞ്ചാടി നിൽക്കുന്ന മനസ്സൊന്നും അല്ല ശൈല ടീച്ചറിൻ്റെ. ശൈല ടീച്ചർ അന്നും ഇന്നും ചിന്തിക്കുന്നിടത്തെല്ലാം ശൈല ടീച്ചർ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു ചർച്ച ഇടതുപക്ഷത്തെ മറ്റൊരു തരത്തിലേക്ക് ഒരു നയവഞ്ചകരുടെ പാർട്ടിയാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢ ലക്ഷ്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇനി മറ്റൊരു തരത്തിൽ നമ്മൾ ഈ ശൈല ടീച്ചറിന് കൊടുത്ത ഒന്നിനെ നമ്മൾ പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിൽ ശൈല ടീച്ചർ നിൽക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് പേരാവൂർ.
പക്ഷേ ശൈലജ ടീച്ചർ അവിടെ ഒരു തവണ പെട്ടു എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, തൊടാൻ സാധ്യതയില്ല നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ശൈലജ ടീച്ചറിനെ പോലെ ജനകീയ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി ആ തീരുമാനത്തിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം പേരാവൂരിൽ സണ്ണി ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തേരോട്ടമുണ്ട്, അല്ലെങ്കിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തേരോട്ടമുണ്ട്. ആ തേരോട്ടത്തിന് അറുതി വരുത്തുക, അവിടെ അതിന് പകരം പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം കൂടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചുമതല കൂടി ശൈലജ ടീച്ചർക്ക് കൊടുത്തു എന്ന് വേണമെങ്കിലും നമുക്കതിനെ കാണാം. എനിക്ക് രണ്ടാമത് പറഞ്ഞ കാര്യം വിശ്വസിക്കാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമുക്കറിയാം മലയോര കർഷകരുടെ നിരവധിയായി വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിന് അവിടെ ഒരു അപ്രമാദിത്യം ഉണ്ട് താനും. സണ്ണി ജോസഫ് ഈ കഴിഞ്ഞ നമുക്ക് പിന്നെ മലയോര കർഷകരും കുടിയേറ്റ കർഷകരും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ UDFന് അനുകൂലമായ തരംഗമുള്ള, UDFന് അനുകൂലമായ ഒരു കാറ്റുവീഴ്ചയുള്ള സ്ഥലം തന്നെയാണ് പേരാവൂർ മണ്ഡലം എന്ന് അവിടുത്തെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ശൈലജ ടീച്ചറിനെ പോലെ, ശൈലജ ടീച്ചർ നമുക്കറിയാം, ശൈലജ ടീച്ചറിന് പാർട്ടിക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രാധാന്യം ശൈലജ ടീച്ചറിനുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് കടന്നുപോയ 2021 വരെയുള്ള 16 മുതൽ 21 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ള നിപ പോലെയുള്ള, കോവിഡ് പോലെയുള്ള സാമൂഹ്യ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്കൊപ്പം ഒരു കൈത്താങ്ങായി നിന്ന ഒരു നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രി തന്നെയായിരുന്നു ശൈലജ ടീച്ചർ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ഒരാൾക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സവിശേഷമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു അനുകൂല ഘടകത്തെ പേരാവൂരിൽ വോട്ടാക്കി മാറ്റുകയും അതിലൂടെ ശൈലജ ടീച്ചറിലൂടെ പിന്നെ പേരാവൂർ മണ്ഡലത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമായി ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇനി എന്തുകൊണ്ട് അവിടെ പേരാവൂരിൽ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പം എന്തായാലും പാർട്ടിയുടെ തീരുമാനം വന്ന സാഹചര്യത്തിൽ എന്തു തന്നെയാണെങ്കിലും ശൈലജ ടീച്ചർ അവിടെ നിന്ന് ജയിച്ചു തന്നെ ആകണം എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയും സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം, സണ്ണി ജോസഫ് ഇക്കഴിഞ്ഞ കാലം അത്രയും ഒരു MLA എന്നുള്ള നിലയിലാണെങ്കിലും, ഒരു KPCCയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു അനിഷേധ്യനായ നേതാവ് എന്നുള്ള നിലയിലാണെങ്കിലും ഇവിടെ എന്താണ് ചെയ്തു കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായത്? അത് രാഷ്ട്രീയമാണ്, ശരി തന്നെ. സ്വന്തം നേതാവായ K. സുധാകരൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ K. സുധാകരനെ പണി കൊടുത്തുകൊണ്ട് അവർ കളിച്ച കളിയിൽ, അതായത് നമുക്കറിയാവുന്ന പോലെ VD സതീശൻ ഉൾപ്പെടെയുള്ള ഒരു ഉപജാപക വൃന്ദം കോൺഗ്രസിനകത്ത് കളിച്ച കളിയിലൂടെ അതിൻ്റെ ഗുണഭോക്താവായി മാറുകയായിരുന്നു ശരിക്കും സണ്ണി ജോസഫ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇല്ലെങ്കിൽ പേരാവൂരുകാരനായ സണ്ണി ജോസഫ് എങ്ങനെയാണ് ഈ പറയുന്ന ഇതിലേക്ക് വരുന്നത്? അതായത് പിന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഒരു K. സുധാകരൻ ഇരുന്ന ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു പൊളിറ്റിക്കൽ കരിയർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരു നേതൃപാടവം സണ്ണി ജോസഫിന് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു നേതൃപാടവം സണ്ണി ജോസഫിനെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി തന്നെയുമല്ല, പിന്നെ എവിടെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ നിൽക്കുന്ന, അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നേതാവ് തന്നെയാണ് സണ്ണി ജോസഫ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു തർക്കവും എവിടെയും പറയാനില്ല എന്ന് വാസ്തവം. അപ്പം പിന്നെ തന്നെയുമല്ല, കഴിഞ്ഞ ഒരു സമയത്ത് അവിടെ ഒരു റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സണ്ണി ജോസഫ് അവിടെ എത്തുകയും അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കൂവി അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്ത സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ വികസന അല്ലെങ്കിൽ ആ റോഡിൻ്റെ നടപടിക്രമങ്ങളുമായി പല ആവർത്തി ജനങ്ങളുടെ സണ്ണി ജോസഫിനെ പോയി കണ്ടിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിൽ നേരിട്ട് അല്ലാതെയുള്ള ഇടപെടലിലൂടെ ആ റോഡിൻ്റെ പണി പൂർത്തിയാക്കുകയും അത് തൻ്റെ കഴിവ് കൊണ്ട് നിർമ്മിച്ചെടുത്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സണ്ണി ജോസഫ് അവിടെ ഉദ്ഘാടകനായി എത്തുകയും ചെയ്ത സാഹചര്യം. ആ സാഹചര്യത്തിൽ തീർച്ചയായും അവിടെയുള്ള ആളുകൾ അവിടെ നിന്ന് കൂവി ഓടിച്ചു വിട്ടു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് ആയിരിക്കില്ലല്ലോ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ഈ പറയുന്ന അവിടുത്തെ 6 പഞ്ചായത്ത് പിടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് അത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട കാര്യമില്ല. ആ കാര്യം പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ആ ഒരു വോട്ടിംഗ് സ്റ്റൈലിലേക്ക് മാറുന്നത്. അതല്ലാതെ അതൊരു പൊളിറ്റിക്കൽ വോട്ടുകളായി ഒരിടത്തും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനോ അതിനെ ഒന്ന് എണ്ണാനോ സാധിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ
തന്നെയുമല്ല ഈ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയമുണ്ട്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രതിരോധത്തിലുമാണ്. എന്തുകൊണ്ടാണ് ആ പ്രതിരോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബാക്കിയുള്ളവർ ശബരിമലയെക്കുറിച്ച് പറയുന്ന സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ശബരിമല എന്ന് പറയുന്ന ഒരു അവിടെ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ ഫലത്തിലേക്ക് ഏറെക്കുറെ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ആരൊക്കെ ഇതിനകത്ത് പിടിയിലാകുമെന്നുള്ളത് ഇതിൽ കോൺഗ്രസ്സുകാരിൽ കൂടി ഉൾപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് മാത്രമാണ് ശരിക്കും ഇടതുപക്ഷത്തിനെതിരായി UDF ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണമെങ്കിൽ ഇവിടെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ആ ജനങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു പ്രാധാന്യം എപ്പോഴും UDF ഉണ്ടാവും. ആ ജനത്തിന് വേണ്ടി പിരിച്ചെടുത്ത തുക ഇതുവരെ സണ്ണി ജോസഫ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ തുക എന്ത് ചെയ്തു എന്നുള്ള കാര്യം? എത്ര കോടി രൂപ പിരിഞ്ഞു കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാണല്ലോ, KPCCയുടെ നേതൃത്വത്തിലാണല്ലോ ഫണ്ട് പിരിവ് നടത്തിയത്. അതിനെക്കുറിച്ച് ഈ സണ്ണി ജോസഫ് എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു രൂപ എത്ര രൂപ കിട്ടിയെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പം പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്. കുന്നംപറ്റ എന്ന് പറയുന്ന ആന കയറുന്ന മലയിൽ കുറേ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് ആരുടെ പേരിലാണ് വാങ്ങിയെന്നും അതിന് 1 സെന്റിനോ 1 ഏക്കറിനോ എത്ര രൂപ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചോ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു വീടിന് എത്ര രൂപ എന്നുള്ള നിലയിലാണ് ആ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ സണ്ണി ജോസഫ് പുറത്തുവിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അടിമുടി കള്ളത്തരം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള പ്രസക്തിയാണ് നമ്മുടെ സണ്ണി ജോസഫിനുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി സണ്ണി ജോസഫിന് എതിരായി ആ മണ്ഡലത്തിൽ വരാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. എന്നാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു കുടിയേറ്റ കർഷകരുടെയൊക്കെ വോട്ടുകൾ അത് കൃത്യമായി UDFന്റെ പെട്ടിയിലേക്ക് തന്നെ വന്ന് വീണാൽ ഒരുപക്ഷെ സണ്ണി ജോസഫിന് ഒരുപക്ഷെ കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ അധികം വിയർക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു പ്രചരണം അവിടെ നടന്നാൽ, അതായത് കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഈ രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ജനകീയ അടിത്തറയുടെ പിൻബലത്തിൽ ശൈലജ ടീച്ചറിന് കുറേയധികം വോട്ടുകൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാരും ആ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകളും അവിടെ പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടീച്ചറുടെ പ്രവർത്തന കഴിഞ്ഞ 2021 വരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വോട്ടുകളായിരിക്കും അത് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ടീച്ചർ ജയിച്ചു വന്നാൽ ടീച്ചറിനെ കാത്തിരിക്കുന്ന ഒരു നല്ല സ്ഥാനമാനം ആയിരിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.